ലാലേട്ടാ, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ഒരു ട്രോമ വന്നിരുന്നു, ഒരു വല്ലാത്തൊരവസ്ഥ വന്നിരുന്നു. സോ അന്ന് എനിക്ക് എല്ലാവരും അടുത്തുണ്ടായിരുന്നു. ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇത് മാറാനായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു സാധനം വന്നു. എനിക്ക് ഞാനാകാൻ പറ്റുന്നില്ലാതായിപ്പോയി. അതെൻ്റെ ഉള്ളിലെ ഒരിതാണ്. അതുകൊണ്ട് ഞാൻ ആകെപ്പാടെ ഡൗൺ ആയിട്ട് ആദ്യം തൊട്ടേ പിന്നെ കുറേ ആദ്യം വന്നപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി. മറ്റേ വീഡിയോ ഇറങ്ങി അതോടെ നല്ല വോട്ടിംഗ് ഒക്കെ ഉള്ളതാണ്. തീർച്ചയായിട്ടും ലാലേട്ട. പക്ഷെ വോട്ടിംഗ് ഉണ്ട്. ആ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി, എന്നെ സ്നേഹിച്ചുകൊണ്ട്. പക്ഷെ ലാലേട്ട, ഞാനല്ലേ അവിടെ നിൽക്കേണ്ടത്. എനിക്ക് മെന്റലി ഞാൻ ഓക്കെ അല്ല ലാലേട്ട. ഇപ്പൊ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകർക്ക് എന്നെ സ്നേഹിച്ചതിന് ഒരുപാട് നന്ദി. പക്ഷെ എൻ്റെ പിള്ളേരുടെ കാര്യം ഇങ്ങനെ എന്നെ ഓർക്കുമ്പോഴത്തേന് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാൻ ഓർത്തില്ല ഈ ഒരു മാസം നിൽക്കുമെന്ന്. ഞാൻ ഓർത്തിട്ടില്ല. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ഞാൻ ഓർത്തില്ല ഏട്ടാ. ഞാൻ താങ്ക് യു ലാലേട്ടാ. അപ്പൊ ഞാൻ ഓർത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി. പക്ഷെ എനിക്ക് എൻ്റെ മക്കളെന്ന് വെച്ചാൽ എനിക്ക് ചത്ത് കിടക്കുക. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ. എന്ത് വന്നാലും എനിക്ക് അവരെ കാണണം. ബിഗ് ബോസ് വീട് ഒത്തിരി സന്തോഷം ലാലേട്ടാ. ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എനിക്ക് എന്നെ സംബന്ധിച്ച് പറ്റൂല ഏട്ടാ. ഞാൻ ഒരു മാസം, പക്ഷെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് ആ വീടിനകത്ത് കയറണം. ലാലേട്ടൻ എന്നെ കൈ പിടിച്ച് കയറണമെന്നുള്ള ഒരൊറ്റ ദിവസത്തെ വാശി ഉണ്ടായിരുന്നു. അത് എന്തായാലും ഒരു മാസം ഞാൻ നിന്നു. അതിന് ഞാൻ എങ്ങനെ പിടിച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ദൈവത്തിന് നന്ദി. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. നല്ല വോട്ടോട് കൂടിയാണ് മുന്നോട്ട് അറിയാട്ടാ. പക്ഷെ എനിക്ക് പറ്റൂല ഏട്ടാ അവിടെ നിൽക്കാൻ. എനിക്ക് പിന്നെ ഞാനല്ലാതായി മാറും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും ദിവസം നൽകാൻ സാധിച്ചല്ലോ. ഒരിക്കൽ കൂടെ ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഭാഗ്യവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. ഓണം വിഷസ് അങ്ങോട്ട് നടന്നു പോകാം. താങ്ക് യു.